ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ പപ്പിമോളും സത്യയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. അവിടുത്തെ സി സാറിന്റെ മുന്നിലേക്ക് എത്തി സത്യ സിയോട് ചോദിച്ചു, അങ്കിൾ ഇവിടെയല്ലേ ഈ പടം വരച്ചു കൊടുക്കുന്നത്? അത് കേട്ട ഉടനെ അയാൾ പറഞ്ഞു, പടം വരച്ചു കൊടുക്കുന്നോ? മോളോട് ആരാ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് അയാൾ അന്വേഷിച്ചതും സത്യമോള് പറഞ്ഞു, അല്ല ഇവിടെയല്ലേ ഡ്രോയിങ് ഉള്ളത്, ഇവിടെ ഓരോരുത്തരെയും പടം വരച്ചു കൊടുക്കുമെന്ന് വീട്ടിൽ പറഞ്ഞിരുന്നല്ലോ, ഇവിടുന്ന് ആ പടം കിട്ടിയതെന്ന്. ഇതൊക്കെ കേട്ട ഉടനെ അയാൾക്കാകെ സംശയമായി. അപ്പോഴേക്കും പപ്പി പറഞ്ഞു, അല്ല ഈ ക്രിമിനൽസിന്റെ ഒക്കെ കുഞ്ഞുനാളത്തെ ഫോട്ടോ കൊണ്ട് തന്നു കഴിയുമ്പോ അവർ വലുതായി കഴിയുമ്പോ എങ്ങനെ ഇരിക്കുന്നെന്ന് വരച്ചു കൊടുക്കില്ലേ, അതാ ചോദിച്ചേ എന്ന് പപ്പി പറഞ്ഞത് കേട്ട് സി പറഞ്ഞു, ഓ അതാണോ, അതിന് പടം ഡ്രോയിങ് എന്നൊന്നും അല്ല മോളെ പറയുന്നത്, അത് രേഖാചിത്രം എന്ന് പറഞ്ഞു. ഓ അത് തന്നെ, അതിന്റെ കാര്യം ഞാൻ പറഞ്ഞത് എന്ന് പപ്പി പറഞ്ഞത് കേട്ട് സത്യയും സിയോട് അറിയിച്ചു. അപ്പോഴേക്കും സി ചോദിച്ചു, അല്ല നിങ്ങളിപ്പോ എന്തിനാ ഇവിടെ വന്നത്? അങ്ങനെ രേഖാചിത്രം വരയ്ക്കണമെങ്കിലേ അതിന് മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ട് മോളെ. ആദ്യം അതിന് പരാതി കൊടുക്കണം, എന്നിട്ട് അതിനുള്ള സാങ്ഷൻ വാങ്ങിക്കണം രേഖാചിത്രം വരയ്ക്കുന്നതിന് വേണ്ടി. അങ്ങനെയൊക്കെയാ അതിന്റെ ഫോർമാലിറ്റീസ്. എന്തായാലും മോൾക്കൊന്നും അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു, അതെ ഞാനന്ന് പപ്പിയെ കുറെ ആളുകൾ കൂടി തട്ടിക്കൊണ്ടു പോകാൻ നോക്കിയപ്പോ ഞാനല്ലേ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞത്. അങ്ങനെ ഞാൻ പറഞ്ഞ അന്നത്തെ പരാതിമേലല്ലേ പപ്പിയെ രക്ഷിക്കാനായി പോലീസ് വന്നത്. അതുപോലെ ഇത് ചെയ്യില്ലേ എന്ന് ചോദിച്ചപ്പോ സി ഐ പറഞ്ഞു, എന്റെ മോളെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. അതെ നിങ്ങളുടെ കുട്ടികൾക്ക് പറ്റിയ സ്ഥലമല്ല ഇത്, ഒന്ന് തൽക്കാലം ഇവിടുന്ന് പോകാവോ എന്ന് ചോദിക്കുമ്പോ പപ്പി അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ഫോട്ടോയെ വേണ്ടത്, അതെ എന്റെ ചേച്ചിയമ്മയുടെ ഫോട്ടോയെ വേണ്ടത്, അതുകൊണ്ട് എനിക്കതൊന്ന് വരച്ചു തരുവോ എന്ന് ചോദിച്ച് പപ്പി വീണ്ടും സിയുടെ അരികിലേക്ക് എത്തി വളരെ വിഷമത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും സി ചോദിച്ചു, അല്ല നിങ്ങൾ എവിടുത്തെയോ കുട്ടികളെ, നിങ്ങളൊന്ന് വേഗം പോകുന്നുണ്ടോ? അതാ നിങ്ങൾക്ക് നല്ലത്, വെറുതെ ഇവിടെ വന്നിങ്ങനെ ബഹളം വെക്കാതെ എന്ന് പറഞ്ഞപ്പോ സത്യ പറഞ്ഞു, അതെ ഞങ്ങള് ഇവിടെ വന്നതേ, ഇവിടെ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സഹായമൊക്കെ ചെയ്യുന്ന പറഞ്ഞിരുന്നല്ലോ, പോലീസുകാര് അങ്ങനെയാണെന്നാണല്ലോ പറഞ്ഞു കേട്ടത്, പിന്നെ എന്താ അങ്കിൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് സത്യ അന്വേഷിച്ചു. അപ്പോഴേക്കും സി ഐ പറഞ്ഞു, അതെ നിങ്ങൾക്ക് മറ്റാരോ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വിട്ടതാ, എന്തായാലും മോള് തൽക്കാലം പൊയ്ക്കോ, അതാ നല്ലത് എന്ന് പറഞ്ഞപ്പോ വേഗം സത്യ പപ്പിയെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. എന്താ ഇനി ചെയ്യേണ്ടതെന്നറിയാ അവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത പോലെ രണ്ടുപേരും കൂടി നേരെ അവിടെ കണ്ട ഒരു ടേബിളിന് അരികിലേക്ക് നീങ്ങി. അതെ നമുക്കിവിടെ ഇരിക്കാം പപ്പി എന്ന് പറഞ്ഞ് ഇരുവരും കൂടി അവിടെ തന്നെ ഇരുന്നു. ഇത് കണ്ട ഉടനെ സി ചോദിച്ചു, അതെ നിങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്, എഴുന്നേറ്റേ എന്ന് പറഞ്ഞ് ബഹളം വെച്ചതും അപ്പോഴേക്കും പപ്പി പറഞ്ഞു, പപ്പിയോട് സത്യ ചോദിച്ചു, അതെ നിനക്ക് പേടിയില്ലല്ലോ എന്ന് പറഞ്ഞ് സത്യ വേഗം സിയോട് പറഞ്ഞു, അതെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതേ ആരോടും യാതൊരു രീതിയിലും ബഹളമോ ഒന്നും വെക്കാതെ ഞങ്ങൾ സൈലന്റ് ആയിട്ടല്ലേ ഇവിടെ സത്യാഗ്രഹം ഇരിക്കുന്നത്, അതുകൊണ്ട് സൈലന്റ് ആയി സത്യാഗ്രഹം നടത്തുന്നവരെ ആരും ഉപദ്രവിക്കാൻ പാടില്ല, അതാണ് റൂള് എന്ന് പപ്പിയും സത്യയും കൂടിയും സി സാറിനോട് അറിയിച്ചു. ഈ സമയത്ത് പുറത്തു നിന്ന് ആ കോൺസ്റ്റബിൾ അകത്തേക്ക് കയറി വന്നു. അദ്ദേഹം ആ സംസാരം എല്ലാം കേട്ടു. പപ്പിയെയും സത്യയെയും നോക്കിയിട്ട് വേഗം സിയുടെ അരികിലേക്ക് എത്തി അദ്ദേഹം പറഞ്ഞു, അതെ സി സാറേ ഒരു കാര്യം മനസ്സിലാക്കണം, ദേ ഈ കുട്ടിയുണ്ടല്ലോ അത് കളക്ടർ മേഡത്തിന്റെ മോളാണ്, കണ്ടില്ലേ നമ്മളോട് ഓരോ റൂളൊക്കെ പറയുന്നത്, അത് മാത്രമല്ല അല്പം ബുദ്ധിമതി കൂടിയാ, അതുകൊണ്ടാ ഇതുപോലെയൊക്കെ വന്ന് പറയുന്നത്. സാറേ തൽക്കാലം പുലിവാല് പിടിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. ഇവര് ചോദിച്ചത് വെറുതെ ഒരു രേഖാചിത്രം അല്ലേ, അതങ്ങ് വരച്ചു കൊടുപ്പിച്ചാ പോരെ സാറേ, നമുക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞതും സി ചോദിച്ചു, എന്നാലും എങ്ങനെയാടോ ഇതൊക്കെ വല്ല പ്രശ്നം ആയാലോ, പിന്നീട് നമുക്ക് ഇതൊക്കെ എന്തെങ്കിലും കുഴപ്പത്തിലേക്ക് ഇതൊക്കെ വന്ന് ചേർന്നാലോ എന്ന് ചോദിച്ചപ്പോ സിയോട് കോൺസ്റ്റബിൾ പറഞ്ഞു, അങ്ങനെയൊന്നും വരില്ല സാറേ, ഇത് കൊച്ചു കുട്ടികളാ, അറിയാവല്ലോ പിള്ളേരുടെ നിയമങ്ങളെ കുറിച്ചും പിള്ളേർക്കുള്ള അവകാശങ്ങളെ കുറിച്ചും ഒക്കെ ആ കുട്ടി പറഞ്ഞത്. പിന്നെ സാറൊരു കാര്യം കൂടി മനസ്സിലാക്കണം, ഇപ്പൊ നമ്മൾ ഇവരെ വിരട്ടി വിടാമെന്നൊക്കെ നോക്കിയാലേ അതൊന്നും നടക്കില്ല, ഇന്നത്തെ കാലാ സാറേ, ഈ പിള്ളേരെ ഒന്ന് പുറത്തിറങ്ങി ചുമ്മാ ഒന്ന് ചിനുങ്ങി കാണിച്ചാൽ മതി, അതുമല്ലെങ്കിൽ ഇവരിവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത് വെറുതെ ഒന്ന് ആരെങ്കിലും ക്യാമറയിൽ പകർത്തി ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ മതി, പിന്നെ സാറിന്റെ ഈ ജോലി തെറിക്കും, അതറിയാവല്ലോ, സാറിന് പിന്നെ യൂണിഫോം ഉണ്ടായെന്ന് വരില്ല, അതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളായി മാറും സാറേ, സാറൊന്ന് ആലോചിച്ച് നോക്കിയേ എന്ന് പറഞ്ഞിട്ടും സി പറഞ്ഞു, ശരിയാണല്ലോ എടോ ഇതാകെ ഒരു തൊല്ലയായി മാറിയിരിക്കുകയാണല്ലോ, എന്താണ് നമ്മൾ ചെയ്യുക എന്ന് ചോദിച്ചപ്പോ അതെ ആ കുട്ടികൾ ആവശ്യപ്പെട്ടതുപോലെ ഒരു ഫോട്ടോ അങ്ങ് വരച്ചു കൊടുക്കാം സാറേ, അല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ സി ചോദിച്ചു, എന്നാലും
ആ രേഖാചിത്രം വരയ്ക്കുന്ന ആള് വേണ്ടേ? അയാൾ ഇവിടെ ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോ കോൺസ്റ്റബിൾ പറഞ്ഞു, സാറേ അയാൾ അപ്പുറത്തുണ്ട്, അയാളെ ഞാൻ വേണേ ഇപ്പൊ വിളിപ്പിക്കാം, അയാള് പോകാനായി റെഡിയാവുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോ എന്നാ ശരി, വേഗം ചെന്ന് വിളിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സത്യ ചോദിച്ചു, അങ്കിളെ ഞങ്ങള് പറഞ്ഞത് ചെയ്തു തരുവോ എന്ന് ചോദിച്ചപ്പോ ഉടനെ സി പറഞ്ഞു, ആ ദാ ഇപ്പൊ ആള് വരും, നിങ്ങൾക്ക് ആരുടെ ചിത്ര വേണ്ടെന്ന് അയാളോട് പറഞ്ഞാ മതി എന്ന് പറഞ്ഞത് സിയുടെ അരികിലേക്ക് എന്നിട്ട് സത്യ പറഞ്ഞു, അങ്കിളെ, അങ്കിളിന്റെ മോളെ പോലെയല്ലേ ഞാനും, അതുകൊണ്ട് അങ്കിൾ ഇങ്ങനെ ഒരു സഹായം ചെയ്തല്ലോ ഞങ്ങൾക്ക്, താങ്ക് യു അങ്കിൾ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും ആ കോൺസ്റ്റബിൾ രേഖാചിത്രം വരയ്ക്കുന്ന ആർട്ടിസ്റ്റുമായി അവിടേക്ക് എത്തി. ഉടനെ തന്നെ അയാൾ അവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് സി പറഞ്ഞു, ഇദ്ദേഹമാണ് നിങ്ങൾ പറഞ്ഞ ആളുടെ ഫോട്ടോ വരച്ചു തരാൻ പോകുന്നത്, ഇദ്ദേഹത്തോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോ ഉടനെ ആർട്ടിസ്റ്റ് പറഞ്ഞു, സാറേ ഞാൻ പോകാൻ തുടങ്ങുകയായിരുന്നു സാറേ, എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ ചെല്ലണം, സാറിന് അറിയാവല്ലോ ഇത്രയും ദൂരം പോകേണ്ടതല്ലേ, അതുകൊണ്ട് എന്നെ വിട്ടേക്ക് സാറേ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് കേട്ട് സത്യ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, അതെ അങ്കിളെ, ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ അങ്കിളെ, അതുകൊണ്ട് ഒന്ന് ആ ചിത്രം വരച്ചത് അങ്കിളെ, ഞങ്ങള് ഇത്രയും കൊച്ചുകുട്ടികളല്ലേ, ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരാതെ പോകല്ലേ എന്നെല്ലാം സത്യ പറയുമ്പോ അവസാനം ആർട്ടിസ്റ്റ് ശരി സർ ഞാൻ ചെയ്യാമെന്ന് സമ്മതിച്ചു, അല്ല ആരുടെ ചിത്ര വരയ്ക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ പപ്പി സത്യയെ നോക്കി. സത്യ തന്റെ പോക്കറ്റിൽ നിന്ന് ചേച്ചിയമ്മയുടെ ആ പഴയ ചിത്രം എടുത്ത് CSRനെ ഏൽപ്പിച്ചു. ഇതാണ് ചേച്ചിയമ്മയുടെ ഫോട്ടോ എന്ന് പറഞ്ഞ് അത് കയ്യിലേക്ക് കൊടുത്തു. ഉടനെ തന്നെ അത് CSR നോക്കിയിട്ട് ഇത് വളരെ പഴയതാണല്ലേ എന്ന് പറഞ്ഞ് ആ ഫോട്ടോ വേഗം ആർട്ടിസ്റ്റിന്റെ കയ്യിലേക്ക് കൊടുത്തു. അദ്ദേഹം അത് വാങ്ങിച്ച് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ സാറേ, ഇത് വളരെ ചെറുപ്പത്തിലെ ഫോട്ടോയാണല്ലോ, ഇതിപ്പോ കുറച്ച് പണിയെടുക്കേണ്ടി വരുമല്ലോ സാറേ എന്ന് പറഞ്ഞതും സി പറഞ്ഞു, എന്തായാലും താൻ ഒന്ന് ചെയ്തു കൊടുക്കടോ, ഇവരുടെ വലിയ ആഗ്രഹമല്ലേ, എന്നാലല്ലേ നമുക്കും കുട്ടികളുടെ ആഗ്രഹങ്ങളല്ലേ, അതൊന്ന് സാധിച്ചു കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് CSR അദ്ദേഹത്തോട് അത് വരച്ചു കൊടുക്കാനായി അറിയിച്ചു. ഈ സമയത്ത് പുറത്തു നിന്ന് ആനന്ദ് എന്ന കോൺസ്റ്റബിൾ രാമേട്ടനെ ഫോണിലേക്ക് വിളിച്ചു. രാമേട്ടൻ ഫോൺ എടുത്തിട്ട് ആനന്ദ് പറഞ്ഞു, രാമേട്ട ഇത് ഞാനാ ആനന്ദ്, ഇവിടെ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നതാ എന്ന് പറഞ്ഞപ്പോ രാമേട്ടൻ പറഞ്ഞു, മനസ്സിലായി ആനന്ദേ, നീ കാര്യം പറ, എന്താ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോ രാമേട്ടനോട് ചോദിച്ചു, രാമേട്ടൻ കളക്ടറുടെ വീട്ടിൽ തന്നെയാണോ? അതെ, എന്താ ഇപ്പൊ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിച്ചതും രാമേട്ടനോട് വിശദമായി അയാൾ കാര്യം പറഞ്ഞു. അവിടെ പപ്പിമോളും സത്യയും വന്നിട്ടുണ്ടെന്നുള്ള വിവരം കേട്ടതോടെ എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം രാമേട്ടൻ ഫോൺ വെച്ചിട്ട് വീടിനകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് സത്യയും പപ്പിയും കൂടി ആർട്ടിസ്റ്റ് പടം വരച്ച് പൂർത്തിയാക്കിയിട്ട് അത് അവരെ കാണിക്കുന്നതിനായി വളരെ ക്ഷമയോടെ കാത്തിരുന്നു. അപ്പോഴാണ് വിഷ്ണു ശാലിനിയെ കുറിച്ച് തന്നെ ആലോചിച്ച് അങ്ങനെ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ ശാലിനി അന്ന് ആ ഫംഗ്ഷന് പങ്കെടുക്കാനായി വന്നതും അന്നത്തെ തേജസ്വിനിയോടൊപ്പം കാറിനുള്ളിൽ ശാലിനിയെ താൻ കണ്ടതും ശാലിനി എന്ന് വിളിച്ച് പിന്നാലെ ഓടി ചെല്ലുമ്പോൾ ശാലിനി നിറകണ്ണുകളോടെ തന്നെ നോക്കിയതുമായിട്ടുള്ള ആ രംഗം വിഷ്ണുവിന്റെ മനസ്സിനെ അലട്ടി. വിഷ്ണു അത് ആലോചിച്ച് അങ്ങനെ മുറ്റത്ത് നിൽക്കുമ്പോഴാണ് സത്യാമ്മ അവിടേക്ക് എത്തിയത്. സത്യാമ്മയെ കണ്ടതും വിഷ്ണു മുഖം തിരിച്ച് വളരെ ദേഷ്യത്തോടെ അങ്ങനെ നിന്നു. അപ്പോഴേക്കും സത്യാമ്മ അരികിലേക്ക് എത്തി. വിഷ്ണു, നീങ്ങി വന്നേ, ഞാൻ ചോറ് വിളമ്പി വെച്ചിരിക്കുന്നു, വന്ന് കഴിച്ചേ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ സത്യാമ്മ വിളിച്ചു. സത്യാമ്മ എത്ര വിളിച്ചിട്ടും വിഷ്ണു പോകാൻ തയ്യാറായി നിൽക്കുമ്പോ സത്യാമ്മ ചോദിച്ചു, എന്താടാ ഞാൻ നിന്നെ ഇവിടെ വിളിച്ചത് നീ കേട്ടില്ലേ എന്ന് ചോദിച്ചതും വിഷ്ണു ഒന്നും മിണ്ടാതെ നിൽക്കുന്നതിന്റെ ഉള്ള ദേഷ്യമാണ് സത്യാമ്മയ്ക്ക് ഉണ്ടായതെന്ന് മനസ്സിലായതോടെ വിഷ്ണു പറഞ്ഞു, അമ്മേ ഞാൻ കേട്ടു, അമ്മ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു, എനിക്ക് വേണ്ട, എനിക്ക് വിശക്കുന്നില്ല, വിശക്കുമ്പോ ഞാൻ വന്ന് കഴിച്ചോളാം എന്ന് വിഷ്ണു മറുപടി നൽകിയതും സത്യാമ്മ ചോദിച്ചു, നീ ഇത് ആരോടാ ഈ പരിഭവവും ഈ വാശിയും കാണിച്ച് നടക്കുന്നത് വിഷ്ണു? എന്നോടോ അതോ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവതില്ലാത്ത നിന്റെ അച്ഛനോടോ? ഇത്രയും നാളായിട്ട് നിന്റെ ഈ പരിഭവവും ദേഷ്യവും ഒന്നും പോയിട്ടില്ലേ? നീ ഒരു കാര്യം മനസ്സിലാക്കിയോ വിഷ്ണു, ഞാൻ നിനക്ക് തന്ന ദിവസം തീരാറായി, ഇനി 2 ദിവസം അമാവാസിക്ക്, അറിയാവല്ലോ. അത് കഴിഞ്ഞാൽ വിഷ്ണു ഞാൻ പറയുന്നത് നീ അനുസരിച്ചിരിക്കണം. നിന്റെ മനസ്സിൽ നീ കൊണ്ടു നടക്കുന്ന ശാലിനിയെ നീ എന്നേക്കുമായി മറന്നിരിക്കണം, ശാലിനിയെ ഒഴിവാക്കിയിരിക്കണം, മനസ്സിലായോ എന്ന് ചോദിച്ചതും വിഷ്ണു മറുപടി ഒന്നും പറയാതെ പോകാൻ തുടങ്ങി. ഉടനെ വിഷ്ണുവിനെ സത്യാമ്മ പിടിച്ചു നിർത്തുന്നു. ഉടനെ വിഷ്ണു ചോദിച്ചു, അമ്മയെ പറയുന്നൊന്നും ഞാൻ അനുസരിക്കാതിരുന്നില്ലല്ലോ, അമ്മ പറയുന്നത് പോലെയൊക്കെ ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, പിന്നെ എന്തിനാ അമ്മേ ഇപ്പോഴും അമ്മ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചതും സത്യാമ്മ ചോദിച്ചു, അല്ല എനിക്ക് നിന്റെ ഭാവിയെക്കുറിച്ചും എന്റെ ജീവിതത്തെക്കുറിച്ചും ആധിയില്ലെന്നാണോ നീ പറയുന്നത് എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, ശരിയാ, നല്ല വെടിപ്പായിട്ട് അമ്മയ്ക്ക് എന്നെ കുറിച്ച് വല്ലാത്ത ടെൻഷനും ആധിയുമുണ്ട്, എനിക്കറിയാം, അതാണല്ലോ
അമ്മ ഇങ്ങനെ ഓരോന്നെല്ലാം ചെയ്യുന്നത് എന്ന് വിഷ്ണു ചോദിച്ചതും സത്യാമ്മ പറഞ്ഞു, അതെ വിഷ്ണു, ഒരു കാര്യം നീ മനസ്സിലാക്കണം. നീ ശാലിനി എന്ന് പറഞ്ഞ് ശാലിനി എന്ന മന്ത്രവും ജപിച്ച് ഇങ്ങനെ നടക്കുകയാണല്ലോ. ഒരിക്കലും നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാത്ത ഒരു ഒഴിയാബാധയായി നിൽക്കുകയല്ലേ. ഒരു കാര്യം മനസ്സിലാക്കിയോ വിഷ്ണു, നീ ഇങ്ങനെ ശാലിനി എന്ന് പറഞ്ഞ് 24 മണിക്കൂറും ഒരു മന്ത്രം പോലെ നീ ഇങ്ങനെ മനസ്സിൽ ജപിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ. ഈ 6 വർഷക്കാലം എന്റെ മോന്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ കണ്ട സ്വപ്നങ്ങളും എന്റെ ആഗ്രഹങ്ങളും ഒക്കെ ഞാൻ മാറ്റിവെച്ച് ഈ 6 വർഷം നീ നിന്റെ ഇഷ്ടത്തിന് നടക്കുന്നതിനെ ഞാൻ ഒരിക്കലും എതിർത്തിരുന്നില്ലല്ലോ. ഓ, ഇപ്പോഴും അതുപോലെ തന്നെയല്ലേ? നിന്റെ ആഗ്രഹത്തിനൊപ്പം തന്നെയല്ലേ ഞാൻ നിന്നിരുന്നത്? അവസാനം നീ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതായതോടെയാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. വിഷ്ണു, നിന്റെ ഇഷ്ടത്തിനൊപ്പം നിന്നതല്ലേ ഇത്രയും നാളും. ഇനി ഞാൻ പറയുന്ന നീ അനുസരിക്ക്. എന്റെ മോന്റെ ജീവിതം ഇങ്ങനെ തകർന്നു പോകുന്നത് കണ്ട് നോക്കി നിൽക്കാനേ അമ്മയ്ക്ക് കഴിയുന്നുള്ളൂ. അതുകൊണ്ടാണ് അമ്മ ഇപ്പോഴെങ്കിലും മോനോട് ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞതും വിഷ്ണു വേഗം പോകാൻ തുടങ്ങുമ്പോ സത്യാമ്മ വിഷ്ണുവിനെ പിടിച്ചു നിർത്തി. വിഷ്ണു, ഞാൻ പറഞ്ഞ നീ കേട്ടില്ലേ എന്ന് സത്യാമ്മ അന്വേഷിച്ചതും വിഷ്ണു പറഞ്ഞു, അമ്മേ ശരിയാ, ഈ 6 വർഷക്കാലം ഞാൻ തനിച്ചായിരുന്നു. എന്നാ അമ്മേ, ഇന്നേ വരെ ഈ 6 വർഷക്കാലത്തിനിടയിൽ ഞാൻ അമ്മയോട് മറ്റൊരു പെൺകുട്ടിയെ അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു കൂട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലല്ലോ. എന്തുകൊണ്ടാണെന്ന് അമ്മയ്ക്കറിയാവോ? ഈ 6 വർഷക്കാലമായിട്ടും എന്റെ മനസ്സിൽ നിന്ന് ശാലിനിയെ മറക്കാൻ കഴിയാത്തതും ശാലിനി മാറിപ്പോകാത്തതും ഇത്രയും നാളും ഞാൻ ജീവിച്ചത് ശാലിനി എനിക്ക് തന്ന ആ സ്നേഹം അത് എന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. അത്രത്തോളം സ്നേഹം എനിക്ക് അയാൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അയാളെ തന്നെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് വിഷ്ണു സത്യാമ്മയോട് പറഞ്ഞു. അത് കേട്ട ഉടനെ സത്യാമ്മ പറഞ്ഞു, ശരിയാണ്, നീ 6 വർഷക്കാലം ശാലിനിയെ തന്നെ ചിന്തിച്ച് ജീവിച്ചു. എന്നാ ഒരു കാര്യം നീ മനസ്സിലാക്കണം വിഷ്ണു, ഈ 6 വർഷക്കാലത്തിനിടയിൽ നീ അങ്ങനെ ജീവിക്കുമ്പോൾ അവൾ നിന്നെ കുറിച്ച് ചിന്തിച്ചില്ലല്ലോ. ഈ സ്നേഹം എന്ന് പറയുന്നത് നീ അങ്ങോട്ട് മാത്രം കാട്ടേണ്ടതല്ല, തിരിച്ച് നിന്നോട് കൂടി വേണ്ടതാണ്. നിന്നെ കാട്ടുന്നത് പോലെയുള്ള സ്നേഹവും ആത്മാർത്ഥതയും അവൾക്ക് നിന്നോടുണ്ടായിരുന്നെങ്കിൽ നിന്നെ വന്ന് അന്വേഷിക്കുകയും നിന്നെ കാണാൻ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുമായിരുന്നില്ലേ? അതൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു, അമ്മേ, അതിനിപ്പോ അയാൾ എങ്ങനെയാണെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാവോ? അയാളുടെ അവസ്ഥ ഇപ്പൊ എന്താണെന്ന് നമുക്കറിയാവോ എന്ന് ചോദിച്ചപ്പോ സത്യാമ്മ പറഞ്ഞു, അതെ, അങ്ങനെ ഏതവസ്ഥയിലാണെങ്കിലും നീ സ്നേഹിക്കുന്നത് പോലെ നീ കാത്തിരിക്കുന്നത് പോലെ അവളും നിന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നിന്നെ തേടി എത്തുമായിരുന്നു വിഷ്ണു. അതിനെയാണ് സ്നേഹം എന്ന് പറയുന്നത്. നീ ഇപ്പോ അത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നതാണ് അമ്മയുടെ വിഷമം. അച്ഛന്റെയും അമ്മയുടെയും ഒന്നും വേദന നീ കാണുന്നില്ലല്ലോ. ഈ അമ്മയുടെ മനസ്സിന്റെ സങ്കടവും നീ തിരിച്ചറിയുന്നില്ലല്ലോ മോനെ. ഈ അമ്മ ഇല്ലാതായി കഴിഞ്ഞാൽ നിന്റെ ഭാവി എങ്ങനെയെന്ന് ഓർത്ത് അമ്മ ആദ്യ പിടിക്കുന്നതും നീ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സത്യാമ്മ പോകാനൊരുങ്ങുമ്പോ വിഷ്ണു സത്യാമ്മയുടെ കയ്യിൽ കടന്നു പിടിച്ചു. അമ്മ എന്താ പറഞ്ഞത്? അമ്മയുടെ വേദനയും സങ്കടവും ഞാൻ അറിയുന്നില്ല എന്ന് അല്ലെ? അത് അമ്മ തന്നെ പറയണം. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് അല്ലെ എന്ന് ചോദിച്ചപ്പോ സത്യാമ്മ പറഞ്ഞു, വിഷ്ണു, നീ പറഞ്ഞത് ശരി തന്നെയാ. പക്ഷേ ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിലപ്പുറം ഇനിയൊന്നുമില്ല. 2 ദിവസം ശാലിനിക്ക് നിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള അവസാന അവസരമാണ് ഈ 2 ദിവസം. അതിനുള്ളിൽ ശാലിനിയെ നീ കണ്ടെത്തിയില്ല എങ്കിൽ, ശാലിനി നിന്റെ അരികിലേക്ക് വന്നില്ല എങ്കിൽ പിന്നെ ഒരിക്കലും ശാലിനിയുമായിട്ട് ഒരു ബന്ധവും നിനക്കുണ്ടാവുകയില്ല. നീ ശാലിനിയെ ഡിവോഴ്സ് ചെയ്യുന്ന ആ പേപ്പറിൽ സൈൻ ചെയ്ത് തന്നിരിക്കണം. മറ്റൊരു വിവാഹത്തിന് നീ തയ്യാറുമായിരിക്കണം. എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ആ തീരുമാനം നടപ്പിലായില്ലെങ്കിൽ, സത്യാമ്മയുടെ തീരുമാനം നടപ്പിലായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ സത്യഭാമ ഉണ്ടായിരിക്കില്ല, ഓർത്തോ എന്ന് പറഞ്ഞ് സത്യഭാമ അവിടെ നിന്ന് പോകുമ്പോൾ മനസ്സ് ശരീരവും ആകെ തളർന്ന അവശനായി ആ വണ്ടിയിൽ ചാരി അങ്ങനെ നിൽക്കുകയാണ് വിഷ്ണു. കണ്ണു നിറഞ്ഞ് അങ്ങനെ വേദനയോടെ വിഷ്ണു നിൽക്കുമ്പോൾ ശാലിനിയുടെ പപ്പിയുടെ ചേച്ചിയമ്മയുടെ ചിത്രം ഏകദേശം പൂർത്തിയാക്കുന്ന ആ അവസാന ഘട്ടത്തിലേക്ക് ആർട്ടിസ്റ്റ് വരച്ച് അവസാനിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ സമയത്ത് വളരെ ക്ഷമയോടെ കാത്തിരുന്ന പപ്പി ചോദിച്ചു, ആർട്ടിസ്റ്റ് അങ്കിളെ കഴിഞ്ഞോ? അപ്പോഴേക്കും ആർട്ടിസ്റ്റ് പറഞ്ഞു, ഇനി 2 മിനിറ്റ് കൂടി മോളെ, ഇപ്പൊ തരും. അത് കേട്ടപ്പോഴേക്കും പപ്പിയെ നോക്കി സത്യമോള് പറഞ്ഞു, പപ്പി, ഇനി 2 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ പപ്പിയുടെ ചേച്ചിയമ്മയെ കാണാം, അതാ അങ്കിള് പറഞ്ഞത്. അങ്ങനെ രണ്ടുപേരും കൂടി വളരെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുമ്പോൾ ആർട്ടിസ്റ്റ് വരച്ച് പൂർത്തിയാക്കാറായ സമയത്ത് അദ്ദേഹത്തിന് കയ്യിൽ നിന്ന് ആ പെൻസിൽ താഴേക്ക് പോകുന്നു. ഉടനെ അദ്ദേഹം അത് കുനിഞ്ഞെടുക്കാൻ തുടങ്ങുമ്പോഴേക്കും സത്യ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അങ്കിൾ, ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ്
നിലത്ത് വീണ ആ പെൻസിൽ വേഗം ചാടിയെടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു. മിടുക്കി എന്ന് പറഞ്ഞ് അദ്ദേഹം ആ പെൻസിൽ വാങ്ങിച്ച് വീണ്ടും അവസാന മിനുക്കുപണി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അതേ തീരാറായി കേട്ടോ, നിങ്ങൾ ആവശ്യപ്പെട്ട ആളുടെ ചിത്രം തീരാറായി. അത് കേട്ടതോടെ CI സാറും എല്ലാവരും പ്രതീക്ഷയോടെ നോക്കി. അല്ല, ഇത് ആരുടെ ചേച്ചിയമ്മയുടെ ഫോട്ടോയാ എന്ന് ചോദിച്ചപ്പോഴേക്കും പപ്പി വിളിച്ചു പറഞ്ഞു, എന്റെയാ. അപ്പോഴേക്കും ആ പഴയ ചിത്രം അദ്ദേഹം നേരെ പപ്പിക്ക് കൊടുക്കാനായി തുടങ്ങുന്നു. അത് വേഗം തന്നെ പപ്പിക്ക് കയ്യിൽ കൊടുക്കുന്നതിന് മുമ്പ് സത്യ അത് വാങ്ങിച്ചു. ഇങ്ങി തന്നേക്ക് എന്ന് പറഞ്ഞ് സത്യ ആ ചിത്രം വാങ്ങിച്ച് നേരെ തന്റെ ഉടുപ്പിന്റെ പോക്കറ്റിലേക്ക് അതിട്ടു. അപ്പോഴേക്കും ആർട്ടിസ്റ്റ് വേഗം മുകളിൽ താൻ വരച്ചുകൊണ്ടിരുന്ന ആ ചിത്രം കയ്യിലേക്ക് എടുത്തിട്ട് പറഞ്ഞു, അതെ, അത് നിങ്ങളുടെ ചേച്ചിയമ്മയുടെ പഴയ ചിത്രം. ഇപ്പോ നിങ്ങളുടെ ചേച്ചിയമ്മയ്ക്ക് നിങ്ങളെക്കാളും പ്രായമായിട്ടുണ്ടല്ലോ. അത് നിങ്ങളുടെ പ്രായത്തിലുള്ള ചിത്രമായിരുന്നെങ്കിൽ ഇപ്പോ ചേച്ചിയമ്മ മുതിർന്ന വലിയ ആളായ ആ ചിത്രമാണ് ദാ ഇത് എന്ന് പറഞ്ഞ് സത്യയുടെ കയ്യിലേക്ക് കൊടുക്കാനായി അദ്ദേഹം അത് നീട്ടിയപ്പോ സത്യ അത് വാങ്ങിക്കുന്നതിന് മുമ്പ് മറ്റാരോ ആ ആർട്ടിസ്റ്റിന്റെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പറിച്ചെടുത്തു. അതാരാണെന്ന് കണ്ടതോടെ CI സാർ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്തു. അപ്പോഴാണ് ആ ചിത്രം പിടിച്ചു വാങ്ങിച്ച് മുന്നിൽ നിൽക്കുകയാണ് ചന്ദ്രബോസ്. താൻ എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്ന് ചോദിച്ച് CIയോട് ദേഷ്യപ്പെടുന്നു ചന്ദ്രബോസ്. ഉടനെ തന്നെ ചന്ദ്രബോസ് ആ കയ്യിൽ കിട്ടിയ ചിത്രം എടുത്ത് നോക്കി. അത് ശാലിനിയുടെ ചിത്രം കണ്ടതോടെ ചന്ദ്രബോസ് ആകെ ഞെട്ടി. ശാലിനിയുടെ ചിത്രം എന്ന് അതിശയപ്പെട്ടുകൊണ്ട് CI സാറെ നോക്കുന്നു ചന്ദ്രബോസ്. അതിനുശേഷം ചന്ദ്രബോസ് ചോദിച്ചു, അല്ല, ഇതെന്താ ഈ ചിത്രമൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ആർട്ടിസ്റ്റ് പറഞ്ഞു, അതെ, ഈ കുട്ടികൾ ആവശ്യപ്പെട്ടിട്ടാണ്. അത് കേട്ട ഉടനെ CI അവിടെ ഇരിക്കുന്ന കുട്ടികളെ രണ്ടുപേരെയും നോക്കി. അതിൽ ആദ്യം കണ്ടത് പപ്പിമോളെ കണ്ടതും പെട്ടെന്ന് ചന്ദ്രബോസിന്റെ മനസ്സിലേക്ക് വന്നത് അന്ന് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യാനായി താൻ സത്യഭാമയുടെ വീട്ടിലേക്ക് ചെന്നപ്പോ അവിടെ നിൽക്കുന്ന പപ്പിയുടെ മുഖമായിരുന്നു. അന്ന് തന്നോട് പോടാ എന്ന് പറഞ്ഞ് തന്നെ അവിടെ വെച്ച് ആ കുട്ടിയെ ആക്ഷേപിച്ചത് ചന്ദ്രബോസ് ഓർമ്മിച്ചു. ഉടനെ CIയുടെ നേരെ ചന്ദ്രബോസ് തട്ടിക്കയറി, എടോ, താൻ എന്താണ് കാണിച്ചു കൂട്ടുന്നത്? ഇത് പോലീസ് സ്റ്റേഷനോ അതോ കിൻഡർ ഗാർഡനോ എന്ന് ചോദിച്ചതും ഉടനെ ചന്ദ്രബോസിനോട് CI പറഞ്ഞു, സാറേ, ഈ കുട്ടികൾ ഇവിടെ വന്നിട്ട് ഒരു ഫോട്ടോ തന്ന് അതിന്റെ രേഖാചിത്രം വരച്ചു കൊടുക്കാനായി ആവശ്യപ്പെട്ടു. അതാ സാർ എന്ന് പറഞ്ഞപ്പോ ഉടനെ ചന്ദ്രബോസ് ചോദിച്ചു, എടോ, തനിക്ക് നിയമവശങ്ങളൊന്നും അറിയത്തില്ലേ? അങ്ങനെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അതങ്ങ് ചെയ്തു കൊടുക്കുകയാണോ പോലീസിന്റെ കടമ? എടോ, രേഖാചിത്രം വരയ്ക്കണമെങ്കിൽ എന്തെല്ലാം ഫോർമാലിറ്റീസ് ഉണ്ടെന്ന് തനിക്കറിയോ? ആദ്യം പരാതി വേണം, അതിനുശേഷം രേഖാചിത്രം വരയ്ക്കുന്നതിന് വേണ്ടിയുള്ള സാങ്ഷൻ വേണം. അതിനുശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നത്. തന്റെ ഈ യൂണിഫോം, തന്റെ ഈ തൊപ്പിയും തെറിപ്പിക്കുന്നത് കാണണോടോ ഈ നിമിഷം എന്ന് ചോദിച്ചപ്പോ, അയ്യോ വേണ്ട സാർ എന്ന് CI പറഞ്ഞു. ശരി, ഓരോരുത്തരും കൂടി ഇവിടെ സ്റ്റേഷനിൽ ഇരുന്ന് കാണിച്ചു കൂട്ടുന്നെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ചന്ദ്രബോസ് ആ ചെയറിലേക്ക് കയറിയിരുന്നു. ഒരു രേഖാചിത്രം വരയ്ക്കാനായി. അത് കുട്ടികൾ പറയുന്നത് കേട്ട് അതിനൊപ്പം തുള്ളാൻ കുറെ ആളുകളും എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് വേഗം ആ ചെയറിലേക്ക് വന്നിരുന്നു. അപ്പോഴാണ് ചന്ദ്രബോസിന് മനസ്സിലായത്, ഓഹോ, അത് ശരി, അപ്പോ വിഷ്ണുവിന്റെ ഭാര്യ ആരാണെന്നുള്ള കാര്യം ഇവർക്ക് ഇപ്പോഴും അറിയത്തില്ല. ഈ കുട്ടികൾക്ക് അതാരാണെന്ന് കണ്ടെത്തണം. അതിനുവേണ്ടിയാണല്ലേ ഇവർ വന്നിരിക്കുന്നത്. അങ്ങനെ ഈ ചിത്രം അങ്ങ് കാണിച്ചു കൊടുത്താൽ ശാലിനിയാണെന്നുള്ള കാര്യം ഇവരെല്ലാരും പെട്ടെന്ന് തിരിച്ചറിയും. അവസാനം വിഷ്ണുവിനെ അവർ ചൂണ്ടിക്കാട്ടും. അങ്ങനെ ശാലിനിയും വിഷ്ണുവും കൂടി സത്യഭാമ പറഞ്ഞു കൊടുത്ത അവസാന ദിവസം, അത് 2 ദിവസം കൂടിയുള്ള ഈ സമയത്ത്, അവസാന ദിവസം തീരാറായ ഈ സമയത്ത് ചന്ദ്രബോസ് ഉടനെ തന്നെ അവിടെ തന്റെ കയ്യിൽ കിട്ടിയ ആ ചിത്രത്തിൽ നോക്കി, ഇത് കുട്ടികളുടെ കയ്യിലെത്തിയാൽ ശാലിനിയെ വേഗം തന്നെ വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തിക്കുമെന്ന് ചന്ദ്രബോസ് മനസ്സിലാക്കി. അങ്ങനെ അങ്ങോട്ട് സത്യാമ്മയുടെ ഇഷ്ടത്തോടെ, സത്യഭാമയുടെ ആശീർവാദത്തോടെ വിഷ്ണുവും ശാലിനിയും അങ്ങനെ അങ്ങോട്ട് ഒന്നിക്കണ്ട. അങ്ങനെ ഒന്നിച്ചാലേ എന്റെ സുസ്മിത മോള് ഈ വൈകുന്നേരം വരെ, ഈ സന്ധ്യ വരെ വെള്ളം കോരിയിട്ട് പിന്നെ എന്താ കാര്യമുള്ളത് എന്ന് ആലോചിച്ചിട്ട് ചന്ദ്രബോസ് ആ രേഖാചിത്രം പതുക്കെ 4ആയി മടക്കാൻ തുടങ്ങി. ഇത് കണ്ട ഉടനെ പപ്പിമോള് പറഞ്ഞു, അയ്യോ അങ്കിൾ, അത് കളയല്ലേ, അത് ഞങ്ങളെ കാണിക്കണേ എന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞു, അതെ അങ്കിൾ, ഇതൊന്ന് കാണിക്കണേ, ഞങ്ങൾക്ക് ആ ഫോട്ടോ ഒന്ന് കാണണേ, ഞങ്ങളുടെ ചേച്ചിയമ്മയെ കാണിക്കണേ എന്നൊക്കെ രണ്ടുപേരും മാറി മാറി പറയുമ്പോ ചന്ദ്രബോസ് പറഞ്ഞു, ഓഹോ, അത് ശരി, കാണിക്കാം എന്ന് പറഞ്ഞ് കീറാതെ തന്നെ കാണിക്കാം എന്ന് പറഞ്ഞ് ആ ഫോട്ടോ കയ്യിൽ പിടിച്ച് അത് വല്ലാതെ ചുരുട്ടി തന്റെ പോക്കറ്റിലേക്ക് ചന്ദ്രബോസ് എടുത്തിട്ടു. ഇത് കണ്ട ഉടനെ സത്യ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, അങ്കിൾ, ആ ഫോട്ടോ ഇങ്ങിതാ, അത് പോകും എന്ന് പറഞ്ഞതും ചന്ദ്രബോസ് പറഞ്ഞു, ആഹാ, അത്രയ്ക്കായോ? കൊച്ചല്ലേ എന്ന് കരുതി വെറുതെ മര്യാദയ്ക്ക് സംസാരിക്കുമ്പോ നീയൊക്കെ എന്റെ തലയിൽ കയറാൻ വരുന്നോ എന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് അടങ്ങി നിൽക്കടിയോടെ എന്ന് ദേഷ്യപ്പെട്ടിട്ട് ചന്ദ്രബോസ് വേഗം തന്റെ ഫോൺ കയ്യിലെടുത്ത്
അത്യാവശ്യമായി ആരോ വിളിക്കാനായി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ പപ്പിയും സത്യയും ആകെ വിഷമത്തോടെയും സങ്കടത്തോടെയും പരസ്പരം നോക്കി നിന്നു.